എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത വിവിധ കേസുകളിൽ പ്രതിയായിട്ടുള്ള സുജിത്ത് കുന്നംകുളം സ്റ്റേഷനിൽ മർദ്ദനത്തിനിരയായി എന്നാരോപിച്ചുകൊണ്ട് തൃശ്ശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവിക്ക് 2023 ഏപ്രിൽ 12 പരാതി നൽകിയിരുന്നു. പരാതിയിൽ അടിയന്തര അന്വേഷണം നടത്തിയ തൃശ്ശൂർ സിറ്റി DCRB അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർക്ക് പുറമെ 4 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ 2023 ഏപ്രിൽ 22 സ്ഥലം മാറ്റുകയുണ്ടായി. തുടർന്നാണ് ആരോപണ വിധേയർക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തിയത്. പോലീസ് സബ് ഇൻസ്പെക്ടർ അടക്കം 3 പേരുടെ വാർഷിക വേതന വർധനവ് 2 വർഷത്തേക്ക് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവും പുറപ്പെടുവിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് സുജിത്ത് ഫയൽ ചെയ്ത സ്വകാര്യ അന്യായം ബഹുമാനപ്പെട്ട കോടതി ഫയലിൽ സ്വീകരിച്ച് അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിരുന്നു. അതിനെ തുടർന്ന് ഉത്തരമേഖല IG-യുടെ 2025 സെപ്റ്റംബർ 6 ഉത്തരവ് പ്രകാരം ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം വകുപ്പ് തല അച്ചടക്ക നടപടിയുടെ പുനഃപരിശോധനാ നടപടികളും നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റു തീരുമാനങ്ങൾ വരേണ്ടത്. നിയമപരമായിട്ടുള്ളതും ക്രിയാത്മകവുമായിട്ടുള്ള നിയന്ത്രണത്തിന് വിധേയമായിട്ടായിരിക്കണം പോലീസ് പ്രവർത്തിക്കേണ്ടതെന്ന് ഉറപ്പുവരുത്തേണ്ടത്. നിയമം നടപ്പാക്കേണ്ടുന്നത് സർക്കാരാണ്. സുജിത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയേണ്ടതായിട്ടുള്ള കാര്യം എന്താ? ക്രിമിനൽ കേസുകളിൽ പ്രതി ആരുടെയും കൂടുതൽ ചിന്തയ്ക്കോ ന്യായീകരണത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായിട്ട് അതിനിഷ്ഠൂരമായിട്ട് മർദ്ദനത്തിന് ഇത് സുജിത്ത് എന്ന് പറയുന്ന നിരാലംബനായിട്ടുള്ള അദ്ദേഹം ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകാം. ഈവൻ ആ പാർട്ടിക്ക് പോലും എത്രത്തോളം അദ്ദേഹത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് എനിക്ക് സംശയമാണ്. ഈ കേരളത്തിൽ നിന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയിലെ ഒരു നേതാവിനെ ആയിരുന്നു ഇങ്ങനെ കുനിച്ചു നിർത്തി ഇങ്ങനെ ഇടിച്ചതെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നോ? ഇത്തരത്തിൽ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നോ?